സാർ, നിങ്ങളുടെ സിനിമയുടെ പേര് ലീച്ച് എന്നാണ്, അതായത് അട്ട. രക്തം കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അട്ടയ്ക്ക്. ഈ സിനിമയുടെ കാര്യത്തില് പ്രൊഡ്യൂസറുടെ രക്തം ഡയറക്ടറാണ് കുടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ഈ സിനിമയുടെ പേരിട്ടതും ഡയറക്ടർ തന്നെയാണോ? എൻ്റെ രക്തം കുടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ രക്തം കുടിച്ചിട്ടില്ല. അട്ടയുടെ സ്വഭാവം രക്തം കുടിക്കൽ തന്നെയാണ്. പക്ഷെ അതുപോലുള്ളൊരു ചതി നടന്നു. ഒരു അട്ടയായിട്ട് തന്നെ നമ്മൾ ദേഹത്ത് ഒട്ടി നിന്നിരുന്നു. പക്ഷെ ആ ചോര കുടിക്കുന്നത് കൊണ്ട് എനിക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പൈസ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൊക്കെ നേരിട്ടിട്ടുണ്ട്. എന്നതിലുപരി ഇപ്പോൾ ഞാനും നിങ്ങളും ഒരു സുഹൃത്താണ്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളടുത്ത് നിങ്ങൾ സീറോ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. നിങ്ങളടുത്ത് പൈസ ഇല്ല, ഒന്നുമില്ല. പക്ഷേ എൻ്റെയും നിൻ്റെയും സ്വപ്നം ഒന്നാണ്, സിനിമ. അപ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കാം. എൻ്റെ അടുത്തും ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നുമില്ല. നമ്മൾ വിശ്വസിക്കുന്ന കുടുംബക്കാർ, സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. അങ്ങനെയാണ് ഒരു സിനിമ സംഭവിച്ചത്. അപ്പോൾ ആ സിനിമ നിങ്ങളുടെയും സ്വപ്നമാണ്, എൻ്റെയും സ്വപ്നമാണ്. അപ്പോൾ അതിൽ കൂടെ നിൽക്കുന്നവരോടെങ്കിലും ഏതെങ്കിലും ഒരാളോടെങ്കിലും ഒരു ജെനുവിനായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു റെഡിഷ് ടോണ് കൊടുത്തിരിക്കുന്ന അട്ടയുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഒരു ചോര കുടിക്കുന്ന അട്ട എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അങ്ങനെ അധികം വലിയ രീതിയിൽ വയലൻസ് ഒന്നും ഇതിനകത്തില്ല. സ്റ്റണ്ടുണ്ട്, നല്ല സ്റ്റണ്ട് കൊറിയോഗ്രാഫി ഒരുപാടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രശ്നത്തിൽ ചെന്ന് അകപ്പെടുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് പോയി അവിടെ പെട്ടുപോകുന്നു, അവിടെ നിന്ന് സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റും മാത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വയലൻസോ കൂടുതൽ ബ്ലഡ് ഷെഡ് കാണിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇടത്തില്ല. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് ഒന്നും കൂടി പോവുകയാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഡയറക്ടറുമായിട്ട് ഉണ്ടായപ്പോൾ സിനിമാ മേഖലയിൽ ഏതെങ്കിലും സംഘടനയായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം തേടുകയോ ചെയ്തിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളങ്ങനെ സംഘടനയിലൊക്കെ ഒന്നും പോയിട്ടില്ല. ഇപ്പം അദ്ദേഹം നമ്മളൊരു സുഹൃത്തും എല്ലാവരും ഉള്ളി സൗഹൃദത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഇനിയും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞത് ലീഗലായിട്ടും ബാക്കിയുള്ള രീതിയിലൊക്കെ നീങ്ങാന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആ വഴിക്ക് നീങ്ങട്ടെ. എന്തായാലും ഞങ്ങളുടെ പുതിയ ഒരു സിനിമയാണ്. ഞങ്ങൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഞങ്ങളുടെ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. അതിൻ്റെ ഒരു ഫസ്റ്റ് ചിത്രമാണ്, മൂവിയാണ് ലീച്ച് എന്ന് പറഞ്ഞാൽ അട്ട എന്നാണ്. അട്ടയെ നമുക്കറിയാലോ, അട്ട നമ്മൾ ചോര കുടിക്കുന്ന അതാണ്. അപ്പോൾ അത് നമ്മൾ ചോര കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് തന്നെ എടുത്ത് കളയാം. ഒരു ഉപ്പോ അല്ലെങ്കിൽ ഡെറ്റോളോ എന്തെങ്കിലും വെച്ചാൽ അതങ്ങ് പോയിക്കോളും. പിന്നെ 2-3 ദിവസം അതിൻ്റെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അങ്ങനെ അതിനെ മറക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിനെ അറിഞ്ഞില്ലെങ്കിൽ, അത് നമ്മുടെ ദേഹത്ത് ഒട്ടിക്കിടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് ഞങ്ങളുടെ ചോരം കുടിക്കുകയും നിങ്ങളുടെ മരണത്തിലേക്ക് തന്നെ നയിക്കാവുന്ന ഒരു സംഭവമായിട്ട് മാറും. അത് തന്നെയാണ് ഈ കഥയുടെ ഒരു ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചുറ്റുപറ്റി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ അതിൽ ആരാണ് നമ്മളെ വിശ്വസിക്കാവുന്നവർ, ആരാണ് നല്ലവർ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പഴകും, ചിരിക്കും. പക്ഷേ നിങ്ങളുടെ ചോര കുടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. നിങ്ങളത് അറിയുന്നില്ലെങ്കിൽ നിങ്ങളെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നപ്പെടും. പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റിയാൽ രക്ഷപ്പെടും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ പുതിയ ആൾക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ. ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആര്യ അലക്സ പോലുള്ള 2 ക്യാമറ, അനാമോർഫിക് ലെൻസിലാണ് ഞങ്ങൾ ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അനാമോർഫിക് ലെൻസ് വെച്ചിട്ട് ഒരു മുഴുവൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട്. ഇതിന് മുന്നേ ലൂസിഫർ, കുറുപ്പ്, അതുപോലെ തന്നെ സല്യൂട്ട് അങ്ങനെയുള്ള സിനിമകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അനാമോർഫിക് ലെൻസ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു വിഷ്വൽ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. കാരണം ഞങ്ങളും സിനിമ കാണുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു ആക്ഷൻ പടം എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പുതിയ ടീമാണ്, പക്ഷേ ഒരു പുതിയൊരു മേക്കിംഗ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാഴ്ചയിൽ കാണും. നിങ്ങൾ എടുക്കുന്ന പൈസക്കൊരു വിഷ്വൽ ബ്യൂട്ടി, ഒരു വിഷ്വൽ ട്രീറ്റ്, ഒരു പുതിയ ഒരു പരീക്ഷണം നമ്മൾ ഈ മേക്കിങ്ങിൽ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. കാരണം ഞങ്ങളെപ്പോലുള്ള പുതിയ പ്രൊഡക്ഷൻ കമ്പനി ആയിക്കോട്ടെ, പുതിയ മുഖങ്ങളായിക്കോട്ടെ. നിസാമൊക്കെ അസാധ്യ കലാകാരനാണ്. മിമിക്രിയും അതൊക്കെ ആയിട്ട്, സിംഗിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാവരും ഒരുപാട് സ്വപ്നം അഭിനയിക്കാനുള്ള സാൻഡ്യൊക്കെ ഈ കുട്ടിയൊക്കെ ഒരുപാട് കാലമായി മേഖലയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉദ്ദേശവും പുതിയ ഫേസസിനെ കൊണ്ടുവരിക, പുതിയ റൈറ്റേഴ്സ്, അതുപോലുള്ള പുതിയ പ്രൊജക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്.
ഞങ്ങളുടെ സിനിമ മാർച്ച് 14-ന് 4 ഭാഷകളിൽ 3 ഭാഷകളിൽ ഞങ്ങൾ ഡബ് ചെയ്ത്, മലയാളം, തമിഴ്, തെലുങ്ക്, ഈ 3 ഭാഷയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ മുഴുവൻ റിലീസുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ സിനിമ കാണണം. മാർച്ച് 14-ന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്ധ്യ. ആദ്യമായി തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. അനുപേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളോട് കൂടി നമ്മൾ ചെയ്തു വന്ന ഒരു സിനിമയാണ്. അതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ വരാൻ പോകുന്നത്. 14-ാം തീയതി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവിയാണിത്, ഫസ്റ്റ് ആക്ഷൻ മൂവിയാണ്. ഞാനൊന്നും ഫൈറ്റ് എന്താന്ന് പോലെ വീട്ടിലിങ്ങനെ ചുമ്മാ തിരിഞ്ഞു പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ഒന്ന് ഫൈറ്റൊന്നും ചെയ്ത് എനിക്ക് ഒരു ശീലവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ ബുക്ക് ഓഫ് സിനിമ എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നെ അതിന് തന്നു. എൻ്റെ ഫസ്റ്റ് മൂവിയായിട്ട് എനിക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ SFC ആർട്സ് ആൻഡ് കമ്പനിയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിൽ. നിങ്ങളെല്ലാവരും സിനിമ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഇനിയും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പറഞ്ഞ സിനിമയുടെ കാര്യങ്ങളെല്ലാം അനൂപ് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂടുതൽ അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ സാൻഡി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ബുക്ക് ഓഫ് സിനിമയുടെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ വിചാരിച്ചാൽ ഒരു കലാകാരനെ വളർത്താനും സാധിക്കുന്ന രീതിയിലുള്ളൊരു മീഡിയ വളർച്ച വലിയ ഒരു സംഭവമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നേരത്തെ അനൂപ് പറഞ്ഞ പോലെ നമ്മൾ ടെക്നിക്കൽ വൈസ് നല്ല സൗണ്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് തള്ളാണെന്ന് വിചാരിക്കും. നല്ല സത്യസന്ധമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങൾ രജനി സാറിന് ഡാൻസൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഷരീഫ് മാസ്റ്ററെ കൊണ്ടാണ് ഡാൻസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് സിനിമകൾ തമിഴിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ മണി എന്ന് പറഞ്ഞൊരു സ്റ്റണ്ട് മാസ്റ്റർ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. ആർട്ട് ദൃശ്യത്തിൻ്റെ രാജീവ് കോവിലകമാണ്, അദ്ദേഹമാണ് നമ്മുടെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നിൽ മുരളിയുടെ വിതുര അല്ലെ, പ്രദീപാണ് നമ്മുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ അശോകൻ ചേട്ടനാണ്, അന്ന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു റഫീഖ് അഹമ്മദ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പുതിയ ആളുകളാണ് എന്നതിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കുറച്ചുകൂടെ വലിയ രീതിയിൽ തന്നെയാണ് നമ്മളിതിനെ എന്താ പറയുക അതിനെ കണ്ടിട്ടുള്ളത്, അതിനെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ സിനിമ കാണുകയും ഇതിനെക്കുറിച്ച് എഴുതുകയും ഞങ്ങളെക്കുള്ള പുതിയ ആർട്ടിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ഞാനും ഒരു 5-6-7-8 സിനിമ ചെയ്തിട്ടുണ്ട്. ചെറുതും ചെറിയ പാസിങ് ഷോട്ടുകളും അതുപോലെ വെള്ളത്തിൽ ഒക്കെ കുറച്ച് ചെറിയ 1-2 സീനുകളൊക്കെ ആയിട്ട് ഡയലോഗ് പറഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയാണ് ഒരു ക്യാരക്ടറിന് ഒരു പേരിട്ട് അത് ത്രൂ ഔട്ട് സിനിമ കൊണ്ടുപോകുന്ന ക്യാരക്ടർ കിട്ടിയിട്ടുള്ളൊരു സിനിമ. സത്യത്തിൽ ഞാനാണതിൽ ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു ട്വിസ്റ്റുകളൊക്കെ സംഭവിപ്പിക്കുന്നതും ഈ സിനിമ സംഭവിക്കുന്നതും അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫൊക്കെ പോകുന്നത് ഞാൻ വഴിയാണ്. വളരെയധികം ആഗ്രഹത്തോടുകൂടിയായിരുന്നു ഞാൻ പോയിരുന്നത്. കാരണം റിവീൽ ചെയ്യാൻ പറ്റുന്നതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആവശ്യങ്ങൾക്കൊക്കെ ഡൂപ്പിലൊക്കെ കിട്ടിയത് അവസ്ഥയായി പോയി. ഫൈറ്റ് അല്ല കേട്ടോ, വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും എൻ്റെ പേര് നിസാം എന്നാണ്. ഞാൻ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കോമഡി ഉത്സവത്തിൽ ഒരു 10-14 എപ്പിസോഡ് വന്നിട്ടുണ്ട്. ഒരു 100ഓളം പാട്ടുകാരുടെ ശബ്ദം അനുകരിക്കുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. മമ്മൂക്കയുടെയൊക്കെ സ്പോട്ടപ്പൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാം വൈറലാണ്. ഞങ്ങൾ രണ്ടുപേരും ദുബായിലാണ്. പറഞ്ഞ പോലെ ബുർജ് ഖലീഫയുടെ താഴെ നിന്ന് കണ്ട ബുർജ് ഖലീഫയേക്കാൾ വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ബുക്ക് ഓഫ് സിനിമയായിട്ടും
ഈ പറഞ്ഞ നമ്മുടെ ഒരു 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 സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. വലിയ വലിയ സന്തോഷം. സിനിമയിലാണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു അങ്ങനെ വില്ലൻ, നായകൻ, ഹീറോയിൻ അങ്ങനെയൊന്നുമില്ല. ഏകദേശം ഒരു 10ഓളം ക്യാരക്ടർ ഇതിലുണ്ട്. അതിൽ എല്ലാവർക്കും സെപ്പറേറ്റ് തന്നെ പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് ഡയറക്ടർ തന്നിട്ടുണ്ട്. അതോടൊപ്പം എല്ലാവരും മോശമില്ലാതെ ചെയ്തു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതൊക്കെ നിങ്ങളാണ് കണ്ട് വിലയിരുത്തേണ്ടത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം. സിനിമ മാക്സിമം തിയേറ്ററിൽ 14-ാം തീയതി റിലീസാകുമ്പോൾ നിങ്ങളെല്ലാവരും വരികയും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. പറയാനാണ് കുറേ ഉണ്ട്. ഞാൻ ഈ തടിയൊക്കെ വെച്ചിട്ട് കുറേ ഫൈറ്റും സീനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുപാട് കുത്തിമറിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ സിനിമ ഇപ്പോൾ ഈ ഇരിക്കുന്ന 100-110 തടിയിൽ നിന്നൊരു 65ലേക്ക് പോകാൻ പറഞ്ഞാൽ പോലും ഞാൻ റെഡിയാണ് സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ. മരിക്കുന്നതിന് മുമ്പ് ഒരു 10-100 സിനിമയാണെന്നുള്ള ആഗ്രഹമില്ലാതെ വേറെ ഒന്നുമില്ല. ഒരു കലാകാരനെയും ആ ഒരു സംരംഭത്തെയും വളർത്തുകയും തളർത്തുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ പ്രേക്ഷകരാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ എല്ലാം സ്നേഹത്തോടു കൂടി സമർപ്പിക്കുന്നു. ലീച്ചും മറ്റുള്ള സിനിമകളെ പോലെ റീച്ച് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ഷിജിൻ ഭായ്, അദ്ദേഹമാണ് തമിഴിലേക്ക്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും പുതിയ ആൾക്കാരാണ്. സംഭവം കുറച്ച് സിനിമയൊക്കെ ചെയ്തെങ്കിലും ഒരു 3-4 പടം അസോസിയേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ദുബായിൽ നടക്കുന്ന തിയേറ്റർ ഡ്രാമകളിൽ വളരെ തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ വന്നിട്ടും ഡൽഹിയിൽ ഒരു നാടകത്തിന് വേണ്ടി പോകാൻ നെക്സ്റ്റ് വീക്ക്. അത് വളരെ കുറച്ച് ആളുകൾക്ക് കിട്ടുന്നൊരു വലിയ സൗഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ പിന്നാലെ ഉണ്ടെങ്കിൽ പോലും തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് നമ്മളൊരു സിനിമ ഒരു 4 ലാംഗ്വേജിൽ ഇറങ്ങുക, അത് 4 രീതിയിലുള്ള ആളുകൾ കേൾക്കുക, കാണുക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. എന്താ പറയുക, ഒരുപാട് സിനിമകൾ കാണുകയും അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളോട്, പ്രേക്ഷകരോട് ഞങ്ങളെയും സ്വീകരിക്കുക, വളർത്തുക. സന്തോഷം. താങ്ക് യു. ഹലോ നമസ്കാരം. എൻ്റെ പേര് കണ്ണൻ എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലമാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു പ്രസ് മീറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പിന്നെ ഈ മൂവിയിൽ ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ എന്താ പറയുക, ഇതിൽ ഇക്കയും അനുപേട്ടനും ചാൻഡി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അഭിനയം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. കണ്ണൻ ടെൻഷനുള്ളതുകൊണ്ട് ഞാൻ പറയാം. കണ്ണൻ നല്ലൊരു വില്ലൻ ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഇതൊക്കെ ഈ ടെൻഷനൊക്കെ ഇതിൻ്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ക്യാമറയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ മനോഹരമായ ഒരു കഥാപാത്രത്തെ കണ്ണൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ സിനിമയിൽ ടോട്ടൽ 10 ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. അതിൽ 8 പേര് ത്രൂ ഔട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ആക്ഷൻ സീക്വൻസ്, ഡയലോഗ്സ് ഒക്കെ വളരെ കുറവാണ് ഈ സിനിമയിൽ. ഒരു 1-2 പേജ് മാത്രമേ ഈ സിനിമയിൽ ഡയലോഗ്സ് ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മേക്കിങ്ങിലൂടെയും ഒരു സൈലൻറ്റ് ആക്ടിങ്ങിലൂടെയൊക്കെയാണ്. പിന്നെ ഒരു ഇൻ്റർവ്യൂവിന് ശേഷമൊക്കെ ഫൈറ്റ് സീൻസാണ് കൂടുതലുള്ളതും. ഫൈറ്റ് സീൻസൊക്കെ എന്ന് പറയുന്നത് ഞങ്ങളൊന്നും ഒരു ക്ലോസപ്പ് ഷോട്ടിലല്ല ഫൈറ്റ് സീൻസൊക്കെ ചെയ്തിരിക്കുന്നത്, വൈഡ് ഷോട്ടിലാണ്. അപ്പോൾ വൈഡ് ഷോട്ടിലാകുമ്പോൾ തന്നെ അതിൻ്റെ ഫൈറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തില്ലെങ്കിൽ അത് വളരെ ബോറായി നിൽക്കും. കാരണം ക്ലോസ് ഷോട്ടിൽ നമുക്ക് ജസ്റ്റ് കൈതിരിക്കുന്നതും മുഖത്തടിക്കുന്നതൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷേ വൈഡ് ഷോട്ടിൽ തന്നെ ഒരു കുറേ സീക്വൻസ് നടക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ അതിനുള്ള പ്രാക്ടീസൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പും അതുപോലെ ഫൈറ്റിനുള്ള വർക്ക്ഷോപ്പൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ആഴ്ച ഞങ്ങൾ ശ്രീജിത്ത് രമണൻ അതുപോലെ ശ്രീജിത്ത് പൊയിൽക്കാവ്, ഇത് 2 തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്.
തിയേറ്റർ മാസ്റ്റേഴ്സാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആക്ടിങ് വർക്ക്ഷോപ്പും അതുപോലെ ഈ സിനിമയുടെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ഡേഞ്ചർ മണി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള സ്റ്റണ്ട് മാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തെയും ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1 വീക്കോളം ഞങ്ങൾ അതിൻ്റെ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ്സും എല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയ പണിയല്ല, കാരണം എല്ലാം പുതുമുഖങ്ങളായതുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളൊക്കെ വാണി വിശ്വനാഥൻ മാഡത്തിനെ പോലെയുള്ള ആക്ട്രസ് മാത്രമേ ഉള്ളൂ നമ്മൾ പണ്ട് പറയുന്ന ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാള സിനിമയിൽ. പക്ഷേ ഈ സിനിമയിൽ 2 സ്ത്രീ കഥാപാത്രങ്ങളാണ് ആക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പം ഞാനും സാൻഡിയൊക്കെയാണ് കൂടുതൽ ആക്ഷൻ സീൻസൊക്കെ വരുന്നത്. അപ്പോൾ കട്ടക്ക് അടിച്ചടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അതൊന്നും വളരെ ഈസിയായ പ്രോസസ്സല്ല, പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരുപാട് എഫേർട്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണുമ്പോൾ എന്ന് തോന്നിപ്പിക്കാനും പാടില്ല, കാരണം ഇത്രയും ക്യാമറയും മറ്റും നല്ല ലെൻസും വൈഡ് ഷോട്ടൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു പെർഫെക്ഷന് വേണ്ടി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചന്തത്തിൽ ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് ഒരു അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മേക്കിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ഷിജിനാണ്. ഷിജിൻ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി ആദ്യമേ പറയുന്നു. കാര്യം നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു പടത്തിൻ്റെ എന്ത് തരം ഡീറ്റെയിൽസ് ആണെങ്കിലും അത് പ്രേക്ഷകരിലോട്ട് എത്തും. ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, ഈ പടം എന്താ പറയുക, ആദ്യം എൻ്റെ കമ്പനിയിലോട്ട് ഡിസ്ട്രിബ്യൂഷനിൽ വന്നപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് ഇത് എടുക്കാൻ അത്ര ഒരു താല്പര്യത്തിൽ നിന്ന ആളല്ല ഞാൻ. അപ്പോൾ ഇതിൻ്റെ നായകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആ പടം ഒന്ന് കണ്ടു നോക്കുക, അത് കണ്ടു നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി സംസാരിക്കാം. അങ്ങനെ ഞാൻ പടം കണ്ടു നോക്കി. കാര്യം ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഞാൻ തമിഴിൽ ഒരു പടം ചെയ്ത ഡയറക്ടറാണ്, ഗ്രാൻഡ്മ എന്ന് പറഞ്ഞ സോണി അഗർവാളിനെ വെച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരതിലെടുത്ത എഫർട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ പടം മലയാളത്തിൽ മാത്രം ഇറക്കാൻ വേണ്ടി നിന്ന ഇവരെ കൊണ്ട് ഞാൻ ഇതിൻ്റെ തമിഴും തെലുങ്കും കണ്ടൻറ്റ് റെഡിയാക്കിയത്. കാര്യം പടം എന്താ പറയുക, തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാർക്ക് ഇവരെടുത്തിട്ടുള്ള എഫർട്ട് എന്തായാലും അതിൽ നിന്ന് മനസ്സിലാവും. കാര്യം നോർമലി ഒരു മലയാളം തമിഴ് പടങ്ങളെ വെച്ചിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല, എന്നാലും സെക്കൻഡ് ഹാഫ് തൊട്ട് ഒരുപാട് അവരുടേതായിട്ടുള്ള എഫർട്ടിൽ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 14-ാം തീയതി SFC ആർട്സ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി കേരളം, തമിഴ്നാട്, അതേപോലെ തന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഈ 4 സ്ഥലങ്ങളിൽ അറ്റേ റിലീസ് കാര്യങ്ങൾ ചെയ്യുകയാണ്. കാര്യം എന്താ പറയുക, ഒരു ന്യൂ കമേഴ്സ്, അതായത് പുതിയ ആൾക്കാർ വരുന്ന പടം വെളിയിലെത്തിക്കാൻ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ടാസ്ക് ഉണ്ട്. പക്ഷെ നമ്മളും ഇതിൽ ഒരുപാട് എഫർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഓഡിയൻസ് എന്താ പറയുക, നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ പറയുക. പക്ഷേ എല്ലാവരും തിയേറ്ററിൽ പരമാവധി വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും സംസാരിച്ചു, പടത്തിലെ കഥാപാത്രങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ പടത്തിലെ സംവിധായകനെ കുറിച്ചൊരു വിവരമില്ല. ഒരു പടത്തിന്റെ കാര്യങ്ങളിൽ പറയുമ്പോൾ സംവിധായകനായിട്ട് പോകുന്നുണ്ടല്ലോ, എന്തൊരു സംവിധായകൻ വന്നില്ല. സംവിധായകന്റെ പേര് സിദ്ദിഖ് മേഘോൺ എന്നാണ്. ഞങ്ങൾ SM എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് പേരിലാണ് പോസ്റ്ററിലൊക്കെ കാണുക. അപ്പോൾ അത് SM എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫിലിം നെയിമായിട്ട് ഇട്ടിരിക്കുന്നത്. സിദ്ദിഖ് മേഘോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങൾ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മളെ കൂടെയുള്ള ഒരു സുഹൃത്താണ്, നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തതും ചർച്ച ചെയ്തതും. നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റിൻ്റെ കൂടുതൽ 3 ഇരട്ടിയിലൊക്കെ കൂടുതൽ പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കുക എന്നുള്ളതിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെന്താ പറയുക, പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി. ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിന്നൊക്കെ ഒരുപാട് കാശ് വേറെ പ്രൊജക്റ്റിൽ നിന്നൊക്കെ പറഞ്ഞ് വാങ്ങിയത് നമ്മൾ പോലും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ ഒരു സ്വന്തം അനുജനെ പോലെയൊക്കെ സ്നേഹിച്ചതുകൊണ്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായിപ്പോയി മൊത്തത്തിലെല്ലാം. അപ്പോൾ അത് നമ്മൾ അവരോട് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പടം റിലീസാവുന്നതിനെക്കാട്ടി മുന്നേ നമുക്കൊന്ന് തോന്നിയിരുന്ന് സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു. പക്ഷെ മൂപ്പർ അങ്ങനെ ഒരു പിടുത്തം തരാതെ മാറി നടക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഈ സിനിമയിലുള്ള ഈ പേര് പറഞ്ഞ ലീച്ച്, അട്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് പടം തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം, കണക്ഷൻസ് ഉണ്ട്, ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മൾ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ്. പക്ഷേ വർക്കിൻ്റെ വയസ്സിലൊന്നും അയാളൊരു മോശമായിട്ടുള്ളൊരു വർക്കും ചെയ്തിട്ടില്ല. എല്ലാം നല്ല വർക്കിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റിയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട് പ്രൊജക്റ്റ്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയൊരു സാമ്പത്തിക പ്രശ്നം നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു, നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തതിനെക്കാട്ടി മുന്നേ നമുക്കൊന്ന് വന്നിരുന്ന് സംസാരിക്കണം, എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് തയ്യാറായില്ല. ഞാനിപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലീഗലായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ. ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ സോങ് അതുപോലെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും നമ്മളിത് രണ്ടും ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് ഇന്നലെ കഴിഞ്ഞു. അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ നമ്മൾ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം സഹകരിക്കാത്തതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചതികൾ കാണിച്ചതുകൊണ്ടും നമ്മൾ കൂടെയുള്ള ടെക്നീഷ്യന്മാരായാലും നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പേര് വെക്കേണ്ട, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാം, അതുപോലെ മറ്റ് ചിലപ്പോൾ ഇത് ആ പേര് വെച്ചിട്ട് പിന്നെ വേറൊരു പ്രൊഡ്യൂസറെയും കൂടി പറ്റിക്കാൻ നിൽക്കണ്ട എന്നുള്ളൊരു സൂചന എല്ലാം കൊടുക്കാമെന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ നമ്മളത് അദ്ദേഹത്തെ ഇപ്പോൾ കാണാത്തത്. പക്ഷെ വർക്കിൻ്റെ വയസ്സ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കംപ്ലയിൻസ് ഉണ്ട്. ചെയ്ത വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന പോലെയല്ലല്ലോ. നമ്മൾ പറ്റിക്കുന്ന രീതിയിൽ ബഡ്ജറ്റിലേക്ക് പോയി. അതുപോലെ ഇൻവെസ്റ്റർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ടീമായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. ഈ പ്രോജക്റ്റിലും അദ്ദേഹം പറ്റിച്ചിട്ടുണ്ടെന്നാണ്. ഈ പ്രൊജക്റ്റിൽ ഞങ്ങളോട് പറഞ്ഞ ബഡ്ജറ്റിൻ്റെക്കാൾ 3 ഇരട്ടിയിൽ കൂടുതൽ പോയി. അത് ഞങ്ങൾക്ക് പതിയെ മനസ്സിലായിക്കൊണ്ടിരിക്കുമ്പോഴും അത് കുഴപ്പമില്ല, അങ്ങനെ അതൊക്കെ സംഭവിച്ചോളും എന്നുള്ള, ഒരാളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ നീതി രക്ഷപ്പെടാൻ പോകും എന്നുള്ള ധരിക്കുന്ന ഒരുപാട് സംവിധായകരുണ്ട് ഇവിടെ. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ട് ആ ബഡ്ജറ്റും പറ്റുന്ന ഒരു പടം എടുക്കാൻ പറ്റിയ കുഴപ്പമൊന്നുമില്ല. എത്രയായിരുന്നു ബഡ്ജറ്റ് പറഞ്ഞത്? ബഡ്ജറ്റ് ഒരു 60 to 80 lakhs ഒക്കെയാണ് പറഞ്ഞിരുന്നത്. അതിനെക്കാട്ടി ഒരു ഡബിളിന് മുകളിൽ പോയി പടം. അപ്പോൾ അങ്ങനെ ഹലോ ഈ സിനിമയുടെ പേര് ലീച്ച് എന്നാണ്. നമുക്കിപ്പോൾ എല്ലാം കൂടി ഇപ്പം റിലീസ് എല്ലാം അടക്കാകുമ്പോഴേക്കും ഒരു അറൗണ്ട് 2 CR അടുത്തോളം ബഡ്ജറ്റ് വരും. അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ സുഹൃത്ത് എന്നുള്ളതിൽ തന്നെയാണ് തുടങ്ങിയതെല്ലാം. അദ്ദേഹത്തെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറായിട്ട് നമ്മൾ കണ്ടതല്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് പൈസയുണ്ട് എന്ന് കണ്ടിട്ടും നമ്മൾ ചെയ്തതൊന്നല്ല. അദ്ദേഹത്തിന് കയ്യിൽ നല്ല കഥകളുണ്ട്, ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട്, നല്ല പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലിപ്പം ബഡ്ജറ്റ് കൂടിപ്പോയാലും നമുക്ക് അടുത്ത പ്രൊജക്റ്റൊക്കെ വരുമ്പോഴേക്കും നമുക്കത് കവറപ്പ് ചെയ്യാം എന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നുണകളിൽ നിന്നും നുണകളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എടുന്ന് അങ്ങനെയുള്ള പൈസകളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ചോദിക്കുമ്പോൾ റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥ, കാണാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇപ്പം ഈ പറയേണ്ടി വരുന്നത് ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ അദ്ദേഹം വരേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട് ഇതിനകത്ത്. അദ്ദേഹത്തിൻ്റെയും ഒരു ഫ്യൂച്ചറായിരുന്നു സിനിമ. പക്ഷേ നമ്മൾ മനുഷ്യന്മാർ എപ്പോഴും നമ്മൾ വിശ്വസിക്കണം ഇതുപോലെ ആവണമെന്നില്ലല്ലോ. അതിനാണ് നമ്മൾ ഈ സത്യം പറഞ്ഞാൽ സിനിമ ഈ സിനിമയിലും ഒരു കഥാപാത്രങ്ങൾ അവിടെ പോയി ചെന്നുപെടുന്നതും അവർ വിശ്വസിക്കുന്നവർ തന്നെ അവർ ചതിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ സിനിമയിലും പ്രൊഡ്യൂസർ അസോസിയേഷൻ നടന്ന ഇഷ്യൂസ് അറിയായിരിക്കുമല്ലോ. പല പ്രൊഡ്യൂസേഴ്സും പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പറ്റിക്കപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? പറ്റിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് കൂടിപ്പോയി. അതിപ്പോൾ ഞങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം ഈ സിനിമക്ക് ബഡ്ജറ്റ് കൂടിപ്പോയി. ഞാനും അദ്ദേഹത്തൊക്കെ ചിന്തിച്ചിരുന്നത് ഈ പടം കഴിഞ്ഞാലും വേറെ പടങ്ങളും നമ്മൾ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിനിമ ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാനല്ല, കൂടുതൽ പ്രൊജക്ട്സുകൾ ഉണ്ടാവുക. ചിലപ്പോൾ ചില പ്രൊജക്റ്റുകളിൽ നമുക്ക് നഷ്ടം വന്നേക്കാം, അടുത്ത പ്രൊജക്റ്റിൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അദ്ദേഹം പറയുന്ന പോലെ ചിലപ്പോൾ അങ്ങനെ കുറച്ച് കൂടിപ്പോയി, ആ റേറ്റ് കൂടിപ്പോയി, ഇത് റേറ്റ് കൂടിപ്പോയി എന്നൊക്കെ പറയാം. പക്ഷെ അതിലുപരി നമുക്ക് വിശ്വസിച്ച ഒരാൾ ചതിച്ചു എന്നുള്ളതാണ് ഇതിലുള്ള വിഷയം. അല്ലാണ്ട് പറ്റിക്കപ്പെട്ടു എന്നുള്ളതല്ല. വിശ്വസിച്ച ആൾ നമ്മളെല്ലാവരെയും നുണ പറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പം എന്നെക്കാളിയൊക്കെ മുമ്പേ പരിചയമുള്ള ആളാണ് ശ്രീ കിരൺ. ഇദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഇതിൽ 3 പാട്ടുകളാണുള്ളത്. തമിഴിൽ 2-3 സിനിമകൾ ചെയ്തിട്ടുള്ള ആൾ. എന്നെക്കാളിയൊക്കെ മുന്നേ പരിചയമുള്ള ആളാണ് നമ്മുടെ ഡയറക്ടറായിട്ട്. പക്ഷേ അദ്ദേഹത്തെ പോലും എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളെ പോലും അദ്ദേഹം പറഞ്ഞു നുണകൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്
കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലൂടെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ടൈറ്റിലിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? സിനിമയുടെ ടൈറ്റിലും ഞങ്ങൾ SM എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട്, കാരണം ആ പേര് വെച്ചിട്ട് അദ്ദേഹം വേറൊരാളെ പറ്റിക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ 4 ഇരട്ടി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പറയാനുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹം അനു പറഞ്ഞ പോലെ അദ്ദേഹം വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ആ ഷൂട്ടിന്റെ റഫ് എന്നല്ലാതെ അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പും ഇല്ലാണ്ട് പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് തീർത്തിരിക്കുന്നത്. അട്ടയുടെ സ്വഭാവം രക്തം കുടിക്കൽ തന്നെയാണ്. പക്ഷെ അതുപോലുള്ള ഒരു ചതി നടന്നു. ഒരു അട്ടയായിട്ട് തന്നെ നമ്മൾ ദേഹത്ത് ഒട്ടി നിന്നിരുന്നു. പക്ഷെ ആ ചോര കുടിക്കുന്നത് കൊണ്ട് എനിക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പൈസ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൊക്കെ നേരിട്ടിട്ടുണ്ട്. എന്നതിലുപരി ഇപ്പം ഞാനും നിങ്ങളും ഒരു സുഹൃത്താണ്. അപ്പം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളടുത്ത് നിങ്ങൾ സീറോ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. നിങ്ങളടുത്ത് പൈസ ഇല്ല, ഒന്നുമില്ല. പക്ഷെ എൻ്റെയും നിൻ്റെയും സ്വപ്നം ഒന്നാണ്, സിനിമ. അപ്പം ഞങ്ങൾ കൂടെ നിൽക്കാം. എൻ്റെ അടുത്തും ഒരുപാട് പൈസ ഉണ്ടായിട്ടോ എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന കുടുംബക്കാർ, സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. അങ്ങനെയാണ് ഒരു സിനിമ സംഭവിച്ചത്. അപ്പോൾ ആ സിനിമ നിങ്ങളുടെയും സ്വപ്നമാണ്, എൻ്റെയും സ്വപ്നമാണ്. അപ്പോൾ അതിൽ കൂടെ നിൽക്കുന്നവരോടെങ്കിലും ഏതെങ്കിലും ഒരാളോടെങ്കിലും ഒരു ജെനുവിനായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ജെനുവിനായിട്ട് അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എന്നെ വേദനിപ്പിക്കുന്നതും അതാണ്. എനിക്ക് പൈസയേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മളെ ചതിച്ചു, സ്നേഹിച്ച ഒരു അനുജനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ സ്നേഹിച്ച ഒരാൾ നമ്മൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരുന്നു. നമ്മളെപ്പറ്റി വേറെ ആളോട് കുറ്റം പറയുക. അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇടുന്നത് വേറെ എന്തൊക്കെയോ പറഞ്ഞ് അവരെ മകളെ ഒക്കെ സിനിമയിലൊക്കെ അടുത്ത ചാൻസ് കൊടുക്കാം, പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് പൈസ ഒരുപാട് വാങ്ങിച്ചു. അത് ഭീമമായ പൈസകൾ അദ്ദേഹം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പം അദ്ദേഹത്തിന് എവിടെ നമുക്ക് വിളിച്ചിട്ടും ഒരു വേദനില്ല, ഇരുന്നിട്ട് അതെങ്ങനെ വീട്ടും. നമുക്കറിയാം അവരുടെ അടുത്ത് സീറോ ആണ് പൈസ. പക്ഷെ നമ്മളടുത്ത് വിളിച്ചിട്ട് അടുത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല നല്ല കഥകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് വെച്ച് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം, ഒരുമിച്ച് പോകാമെന്നൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ അദ്ദേഹം പിടിതരാതെ, ഉള്ളിൽ കുറ്റബോധം മുഴുവൻ നിറഞ്ഞതുകൊണ്ടാവണം പിടിതരാതെ മൂപ്പര് നടക്കുകയാണ്. അപ്പോൾ എല്ലാതും തെളിവുണ്ട്. എന്നാൽ ഇത്രയൊക്കെ പണങ്ങൾ മേടിക്കുമ്പോഴും ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സിനിമയിൽ ഒരുപാട് പ്രമുഖ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സംവിധായകൻ കുറെ പൈസ മേടിക്കുന്നു, നിങ്ങളെ പറ്റിക്കുന്നു, നിങ്ങൾ എന്നിട്ടും തിരിച്ചറിഞ്ഞില്ലേ സംവിധായകൻ നിങ്ങളെ നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്? അതല്ലേ പറഞ്ഞത്, ഞങ്ങൾ ഒരു സംവിധായകനായിട്ടല്ല അദ്ദേഹത്തെ കണ്ടത്. ഇപ്പം ഞാനും നിസാമൊക്കെ പണ്ട് മുതൽക്കുള്ള സുഹൃത്തായ പോലെ തന്നെ 4-5 വർഷമായിട്ട് നമ്മൾ സുഹൃത്തുക്കളാണ്. 5 വർഷത്തോളം സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊക്കെ സിനിമ തന്നെയാണ്. അപ്പം എൻ്റെ സിനിമയിൽ ബഡ്ജറ്റ് കൂടി, അത് അയാൾ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് കുറച്ചെന്നോട് പറഞ്ഞു, ഇന്ന രീതിയിലൊക്കെ ചെയ്യാം. ചെയ്തു വരുമ്പോൾ ഇത് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് ഞാൻ വലിയ കുറ്റം പറയുന്നില്ല. ഞങ്ങൾ സംഭവിച്ചു, ആ സിനിമ സംഭവിച്ചു, ബഡ്ജറ്റ് കൂടി. പക്ഷേ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളോട്, അതും അദ്ദേഹവും സ്വന്തം അനുജനെ പോലെ കണ്ട ഒരു വ്യക്തിയാണ്. അതാണ് അവിടെ വിഷയം. നമ്മളങ്ങനെ ഒരു ഡയറക്ടർക്ക് പൈസ കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം 5 ലക്ഷമായിട്ടും 10 ലക്ഷമായിട്ടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാം, ഞാൻ അതിന് അഡ്വാൻസ് കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടും കടങ്ങളായിട്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഒരുപാട് ബാധ്യതയിലേക്കല്ല അദ്ദേഹം പോയി. പക്ഷേ നമ്മളോടൊന്ന് ഇരുന്ന് സംസാരിക്കാനോ ക്ലിയർ ചെയ്യാനോ മൂപ്പര് നിൽക്കാത്തത് മാത്രമാണ്. നമ്മൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് വീണ്ടും ഒരു പബ്ലിസിറ്റി പോലെ കൊടുത്ത് വേറെ ആൾ പറ്റിക്കപ്പെടേണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോ അച്ഛനില്ലാത്ത കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ സംവിധായകനില്ലാത്ത സിനിമ എന്ന രീതിയിലാണോ ഇനി ഈ സിനിമ പുറത്തുവരാൻ പോകുന്നത്? സംവിധായകനില്ലാത്ത സിനിമ എന്ന് പറയണ്ട, നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് തന്നെയാണ്, അത് ഒരു സംശയമില്ല. അപ്പൊ അതങ്ങനെ ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ടൂളായിട്ട് അദ്ദേഹത്തിന് ഫുൾ നെയിം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട എന്നുള്ള എല്ലാവരും തീരുമാനിച്ചതുകൊണ്ടാണ്. ചിലപ്പോ അച്ഛനില്ലാത്ത കുട്ടിയും ലോകത്തിൽ എവിടെയൊക്കെ നേടിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ. നമ്മളെ സിനിമ ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു പൈസ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രോജക്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അന്വേഷിക്കൂല അയാൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്താൽ ആരെങ്കിലും പരിചയമുണ്ടോ, ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ഡെവലപ്ഡ് ആയ ഒരാളാണ് നമ്മൾ ഉറപ്പായിട്ട് അന്വേഷിക്കും. അദ്ദേഹം ഇതിനു പോലെ പ്രോജക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറെ മുന്നേ ഒരു കുട്ടികളുടെ സിനിമ ചെയ്തിട്ട് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിവില്ലാത്തൊരു സംവിധായകനല്ല എന്ന്. ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഫ്രെയിംസ് ആയാലും അതിൻ്റെ ബ്യൂട്ടി ആയാലും. ഇപ്പം ഓരോ ഞാനീ പറഞ്ഞ ലെൻസ് യൂസ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് ധാരണയുള്ളതുകൊണ്ട് തന്നെയാണ് അത് അനാമോർഫിക്ക് തന്നെ ഷൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെച്ച് ചെയ്യാമെന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ നോളജ് ഇല്ലാണ്ടില്ല, നമ്മൾ ആ ഡിസ്കഷനിലൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ സംഭവിച്ചാണ്. അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കഴിവില്ലാത്തവൻ്റെ ഒരു പ്രൊജക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. ചെയ്തിട്ടുണ്ട്, വർക്ക് മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ
ഞങ്ങൾ ഈ സിനിമയിൽ പുതുമുഖങ്ങളെ വെക്കാനുള്ള കാരണവും ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു മുൻവിധിയോടെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഏതെങ്കിലും ഒരു ആക്ടേഴ്സിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പ്രേക്ഷകർക്ക് ഒരു മുൻവിധി ഉണ്ടാവും, അദ്ദേഹം അങ്ങനെ ചെയ്യുമായിരിക്കും ഇങ്ങനെ ചെയ്യുമായിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനൊരു സംഭവം ഇല്ലാതെ ഒരു ഫ്രഷ് ലുക്കായിട്ട് തന്നെ എല്ലാവരും ഒരു എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും അയാൾ എങ്ങനെയുള്ള ക്യാരക്ടറാണെന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു മുൻവിധികൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുതുമുഖങ്ങളെ കൂടുതൽ വെച്ചിരിക്കുന്നത്. ബിസിനസ് ആക്കണം, നിങ്ങളെല്ലാവരും കൂടി സഹായിക്കണം. ബിസിനസ് ആവാതിരിക്കുന്നത് വരെ ആവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്.